2024 അക്ഷരായനം ഇടക്കാല സംഗമം തിരൂരിൽ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്നു. അതിന്റെ ഓർമ്മ കാഴ്ചകൾ ഗീതാഞ്ജലി ഗീത എന്ന ഈ ചാനലിലെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അക്ഷരപ്പൂക്കളാൽ അനുസ്യൂതമകതാരിൽ അർച്ചനയേകിടുന്നു. അനുഭവ വഴികളെ അറിവായി പകർന്നേകി അജ്ഞാനം നീക്കിടുന്നു. അന്ധകാരത്തെ അകറ്റുന്ന ദീപമായി ആരാമമെങ്ങും നിറയും സുഗന്ധമായി ഇമ്പമെഴുന്നൊരു ജീവനഗാനമായി ഈ ലോകമെങ്ങും വിളങ്ങിടും സ്നേഹമായി. ഉണ്മയെ നന്മയെ തൊട്ടുണർത്തിയിടുവാൻ ഊനങ്ങളില്ലാതെ പാദങ്ങളൂന്നുവാൻ ഋണമേതുമില്ല മനം നമുക്കേകുവാൻ എന്നെന്നും അറിവിൻ്റെ നീർത്തുള്ളിയായിടുന്നു. ഏവർക്കുമുള്ളിൽ വെളിച്ചം നിറയ്ക്കുന്നു, ഐക്യം പുലർത്തുവാൻ ഉപദേശമേകുന്നു. ഒഴുകുന്ന പുഴ പോലെ ജീവിതം മാറുമേ, ഓർമ്മകൾ ഓളങ്ങളായിടുമേ. ഔത്സുക്യമുള്ളിൽ നിറയ്ക്കണമേ നിങ്ങൾ, അമ്പരത്തോളം വളരണമേ. അറിവെന്നൊരമ്മയോടൊപ്പം അക്ഷരപ്പൂക്കളോടൊപ്പം, അറിവെന്നൊരമ്മയോടൊപ്പം അക്ഷരപ്പൂക്കളോടൊപ്പം. തുഞ്ചൻ പാടിയ മലയാളത്തിൻ കൊഞ്ചും മൊഴിയുടെ ശീലുകളിൽ അഞ്ചിത കൗതുക കാവ്യരസാമൃതം മലയാളക്കരയുണരുമ്പോൾ. കവിത ജ്ഞാനപ്രകാശം. രചന ശ്രീജ പീർമേട്. ആലാപനം ഗീത PV. ഇന്ദ്രിയങ്ങൾ അഞ്ചു തിരിയായി തെളിയുന്ന സൗവർണപ്രഭേറും വിളക്കിതാ. ആദിയില്ലതിനന്തമില്ല, നിഴലുമില്ല, കളങ്കമില്ല. ഇന്ദ്രിയങ്ങൾ അഞ്ചു തിരിയായി തെളിയുന്ന സൗവർണപ്രഭേറും വിളക്കിതാ. ആദിയില്ലതിനന്തമില്ല, നിഴലുമില്ല, കളങ്കമില്ല. ജ്ഞാനസാഗരം ദീപ്തമാക്കുവാനെന്നുമൊപ്പം എരിയും മണിദീപം. ജനിമൃതികൾ കാലനിബദ്ധമല്ലെന്ന നാളം തെളിക്കും പ്രഭാമൃതം. ജ്ഞാനസാഗരം ദീപ്തമാക്കുവാനെന്നുമൊപ്പം എരിയും മണിദീപം. ജനിമൃതികൾ കാലനിബദ്ധമല്ലെന്ന നാളം തെളിക്കും പ്രഭാമൃതം. ജ്ഞാനമെന്ന ദിവ്യപ്രകാശത്തിൽ വാഴുവാൻ മനസർപ്പിക്കും മർത്യരിൽ. ജ്ഞാനമെന്ന ദിവ്യപ്രകാശത്തിൽ വാഴുവാൻ മനസർപ്പിക്കും മർത്യരിൽ. എന്നുമെന്നും കെടാവിളക്കായിടും മിന്നി നിൽക്കും ഈ സത്യമാം നാളങ്ങൾ. എന്നുമെന്നും കെടാവിളക്കായിടും മിന്നി നിൽക്കും ഈ സത്യമാം നാളങ്ങൾ. വായന എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലകളിലും ചേർന്ന് എന്താ പറയാ സർഗം
എല്ലാ ഭാഗത്തുനിന്നും ചേർന്ന് ഒരു വ്യക്തിയെ പൂർണ്ണതയിൽ എത്തിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മറ്റ് ഗ്രൂപ്പുകൾ, മറ്റ് സംഘടനകൾ എല്ലാറ്റിലും പ്രവർത്തിക്കുമ്പോൾ അതിലൊക്കെ പച്ച മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ ഒരു ഈഗോ ക്ലാഷ്, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അക്ഷരായനത്തിൽ നിന്ന്. പച്ച മലയാളത്തിൽ തന്നെ ഞാൻ പറയുകയാണത്. അക്ഷരായനം മെമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ തന്നെയുള്ള ഒരു സംഘമാണ്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് വളരെയധികം കരുതൽ, പ്രോത്സാഹനം, അതുപോലെ തന്നെ വാത്സല്യം എല്ലാം നമുക്ക് ആവോളം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ഒരു ജനകീയ പ്രസ്ഥാനമെന്നോ എന്താ ഇതിനെ പറയാ എന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്, ഒരു മഹാസംഭവം തന്നെയാണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ഡോക്ടർ ബെന്നി ജേക്കബ് സി എന്ന് പഠിക്കും. കുട്ടികളൊക്കെ ഇനി പേരക്കുട്ടികളൊക്കെ നമ്മുടെ വരുമ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് പിന്നെ കുറേ പേരെ നമ്മൾ പഠിക്കല്ലേ. അതിൽ പ്രഗത്ഭരായിട്ടുള്ള കുറേ ആൾക്കാരിൽ എന്താ പറയുക, ഒരു വെള്ളത്താടി വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളുടെ പടം ഉണ്ടായിരിക്കും, പിന്നെ നല്ല തടിച്ച ഒരാളുടെ പടം ഉണ്ടായിരിക്കും, പിന്നെ ഒരു തടിച്ച ടീച്ചറുടെ പടം ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ആളുകൾ, മഹത് വ്യക്തികൾ തന്നെ ഈ അക്ഷരായനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം വരും. പിന്നെ വളരെ കുറവ് സമയം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12:30 ഭക്ഷണം കഴിക്കും വേണം നമുക്ക്. അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാണ്. ഇവിടെ ഭരണഘടന ആമുഖം പറഞ്ഞ ശ്രീമതി ബിന്ദു ചന്ദ്രന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഒരു പറയാതിരിക്കാൻ വയ്യ, അക്ഷരായനത്തിൻ്റെ അമ്മ തന്നെ പറയാം, വൈസ് ചെയർമാൻ നാരായണ ടീച്ചറാണ്. നാരായണ ടീച്ചർ വളരെ തിരക്കുള്ള സമയത്തായാലും ഫോൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വേഗം പറയാം കേട്ടോ, ശ്വാസമൊന്നും വിടാണ്ട് പറയാം. നാരായണ ടീച്ചർ വിളിക്കുന്നത് എന്തെങ്കിലും പണി തരാനാവുമെന്ന് വെച്ചിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാവുമെന്ന് വെച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുമല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിഷേ, അതോടുകൂടി നിഷ ഊന്നാവും. നാരായണ ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കൺവീനർ അക്ഷരായനത്തിൻ്റെ ഡോക്ടർ ബെന്നി ജേക്കബ് മാഷാണ്. ബെന്നി മാഷിനെ കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞാൽ അതൊരു അധിക പ്രസംഗമാവും. ബെന്നി മാഷിനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അക്ഷരായനം ജോയിൻറ്റ് കൺവീനർ മായമേഡാണ്. മായമേഡം ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഒരു യാത്ര സംഘാടകയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ജനുവരി 26 പരിപാടിയിൽ ഫുഡ് സർവേ ചെയ്യുന്നതും അന്വേഷിക്കുന്നതും എല്ലാ റോളും അക്ഷരായനത്തിലെ എല്ലാ റോളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. മായമേഡത്തിനും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ ഓരോ കാറ്റഗറിയിൽ നിന്ന് കൂട്ടിച്ചേർക്കലുകളുണ്ട്. കാറ്റഗറി 1ൻ്റെ നന്മ ചെയ്യുമ്പോൾ തിന്മ അവിടെ നമ്മൾ പോകും. അക്ഷരായനം ഇന്ന് 10,000-ലധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ഞാനൊരു ചെറിയൊരു കുറിപ്പല്ല, ഒരു ഇന്നലെ വന്നൊരു മെസ്സേജാണ്. വായിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നിയതുകൊണ്ട് വായിക്കുകയാണ്. സാറിന് അറിയില്ലെങ്കിലും കേരളം കഴിഞ്ഞാൽ മലയാളം മാതൃഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അക്ഷരായനത്തിന് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വലിയ സ്വീകാര്യതയാണ്. ഒരു അധ്യാപകൻ സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ലിങ്ക് വഴിയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വായനയുടെ ലോകത്തേക്ക് കയറിയത്. ഈ മഹത്തായ സംരംഭത്തിന്, ഈ പുണ്യകർമ്മത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നത്. ലക്ഷദ്വീപുകാരും ഇന്ന് മലയാള പത്രം വായിക്കുന്നുണ്ട് സാറേ. ഭീമ ഫാത്തിമ ടീച്ചർ, ഗവൺമെൻറ് SB സ്കൂൾ, കൽപ്പേനി ദ്വീപ്. യുടെ ശക്തി പ്രകാശനം ചെയ്തുകൊണ്ട് വ്യാപനം നടത്തിക്കൊണ്ട് അക്ഷരായനം മുന്നേറുകയാണ്. അക്ഷരായനം കൊണ്ട് നേട്ടമുണ്ടോ? വ്യക്തിപരമായി നേട്ടം വളരെ കുറവായിരിക്കും. പക്ഷേ എനിക്ക് ജെറീഷ ഷിബു ഇവിടെ വന്നിരിപ്പുണ്ട്. ഇവിടെ ഉണ്ട് കുട്ടി.
നേട്ടമുണ്ടോ കുട്ടിക്ക്? അക്ഷരായനം കൊണ്ട് നേട്ടമുണ്ടോ? ഇല്ല. അതിന്റെ മാതാപിതാക്കളാണ് സാക്ഷ്യം. ധാരാളം കവിതകൾ ചൊല്ലുന്നു, ധാരാളം വീഡിയോ എടുക്കുന്നു. ഹെവനെ ബിജു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരം നേടിയെടുത്താണ്. ഞാൻ നന്മൈ അന്തർദേശീയ അംഗീകാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അല്ലേ? ജബാർ താജ് സാർ ഇവിടെ ഉണ്ടോ? ജബാർ സാറ് സാമ്പാർ വിളമ്പാൻ പോയേക്കുക. സാമ്പാർ വിളമ്പാൻ പോയേക്കാണ്. വയനാട്ടിലത്തെ കർഷകനാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം അടുത്ത ജനുവരി 26 ചെയ്യണം എന്നാണ്. നേട്ടമുണ്ടോ? അക്ഷരായനത്തിലൂടെ നിൽക്കുന്നു അനൂപ് സാർ എൻ്റെ അടുത്ത്. എന്ത് വരും? രാഗായനത്തിലെ ശ്രദ്ധേയനായ പാട്ടുകാരനാണ്. കഴിഞ്ഞ ഉത്സവ സീസണിൽ 10 സ്ഥലത്ത് പൊതുവേദിയിൽ പാടി അംഗീകാരം നേടി. രാഗായനത്തിൽ വരുന്നതിന് മുമ്പ് 2 വരി ബാത്റൂമിൽ മാത്രമേ മൂളിയിട്ടുള്ളൂ. എസ്ലിറ്റ മേഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇല്ലേ? മേഡം പോയോ? കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. കർഷക മിത്രായനം ഒരു യൂണിവേഴ്സിറ്റി കാണുന്ന സ്വപ്നത്തെക്കാൾ കൂടുതൽ മുന്നോട്ട് പോയി എന്ന് മാഡം അറിയിക്കുകയാണ്. മുന്നോട്ട് പോയെന്ന് അറിയിക്കുകയാണ്. ഇത് ഇടവലക്കാട് നമ്മണ്ണി ടീച്ചർ ഇരിക്കുന്നുണ്ട്. പുലർച്ചെ 4:30 ഇടവനക്കാട് കയറിയതാ. പിടുത്തം കിട്ടുന്നുണ്ടോ? അക്ഷരായനത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ ഒരു പ്രതിഫലം വരുന്നില്ല. അപ്പോഴാണ് മെസ്സേജ് വരുന്നത്. എന്ത്? മുരളി മാഷ് ഇവിടെ ഉണ്ട്. അക്ഷരായനത്തിൽ ചേരാൻ എന്താ ചെയ്യേണ്ടത്? മെമ്പർഷിപ്പ് ഫോം ഉണ്ടോ? ഗൂഗിൾ പേ എത്രയാണ് ചെയ്യേണ്ടത്? മുരളി മാഷ് ഇവിടെ ഇല്ലേ? ഉണ്ട്. മുരളി മാഷ് ഇവിടെ ഉണ്ട്. അംഗത്വം എന്ന് പറയുന്നതും വരിസംഖ്യ എന്ന് പറയുന്നതും ഇതിന് നൽകുന്ന സമയമാണ്. ബിജു അക്ഷരായനം എന്ന ഊർജം ഉണ്ടല്ലോ, അതാണ് ഏത് വേദിയുടെ മുന്നിൽ 2 വാക്ക് പറയാൻ എനിക്ക് ആർജവം തരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്നത് അർത്ഥം. നമ്മൾ നേടിയ പൊതുബോധം, നമ്മൾ നേടിയ അറിവ്, നമ്മൾ വായനയിലൂടെ ആർജിച്ച നൈപുണികൾ, ശേഷികൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു പോകണം. അതിന് സന്നദ്ധ പ്രവർത്തനത്തിന്റെ സാധ്യത ഉപയോഗിക്കണം. ഞാനൊക്കെ മികച്ച രോഗികളിൽപ്പെട്ട ഒരാളാണ്. ഞാൻ നാളെ ഇല്ലാതാകാം. കർമ്മങ്ങളിലൂടെ അടുത്ത തലമുറയ്ക്ക് ഊർജം പകർന്നു പോയാൽ അത് തന്നെയാണ് നമ്മൾ വെള്ളിവെളിച്ചം അല്ല ആകാശത്തുദിക്കുന്ന പുതിയ നക്ഷത്രങ്ങളായി മാറുക. പ്രതിഫലമുള്ള ജോലിക്കപ്പുറം പ്രതിഫലമില്ലാത്ത ജോലി ചെയ്യാൻ പഠിക്കും. നിരാശ നിങ്ങളെ കൂട്ടുപിടിക്കില്ല. പ്രതിഫലമില്ലാത്ത ജോലി ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണനാകുക. ഞാൻ നിർത്തുന്നു. നല്ല ചർച്ച നടക്കണം. എന്ത്? 4 ജഡ്ജിമാരുണ്ടായിരുന്നു, 2 കുറച്ചു. അത് നീതികേടാണ്. ചർച്ച ചെയ്യുക. ചർച്ച ഇപ്പൊ ചെയ്യണം. ഇന്ന പുസ്തകം എടുത്തത് ഭയങ്കര കഷ്ടമായി പോയി. 560 രൂപയുടെ പുസ്തകം. തിരി കടുപ്പല്ലേ മാഷേ? ഇപ്പൊ പറഞ്ഞോളോട്ടാ. അടുത്ത കൊല്ലത്തേക്കുള്ള ഒരുക്കത്തിന് ഇപ്പൊ പറയണം. വിമർശിക്കാൻ കഴിയുന്നവർക്ക് പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാവും. വായിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മുടെ കുറെ ആളുകളുണ്ട് വായിക്കുക, ചിന്ത വേണ്ട, പ്രവൃത്തി അതിനും വേണ്ട. ഒഴിവൊഴിവ്, വയ്യ, ക്ഷീണമുണ്ട്, ഇന്ന് കേറുന്നില്ല, നാളെ ആകട്ടെ. ഈ പദങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് പദങ്ങളുണ്ടെന്ന് ശാന്തിനി ടീച്ചർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റേഡിയേഷന് പോയി അന്ന് പോലും മൈക്കേൽ അനൗൺസ്മെന്റ് ഉണ്ടാക്കുക. അക്ഷരായനം കൂട്ടുകാരെ, ഇന്ന് നടക്കുന്ന മുഖാമുഖത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന്. ഞാൻ നിർത്തുന്നവർ നമ്മളെക്കാളും ഈ രംഗത്തെ പ്രഗത്ഭരാണ്. അവരവരുടെ കാറ്റഗറികളെ പറ്റിയും കാറ്റഗറിയുടെ സാധ്യതകളെ പറ്റിയും പറയും. നമ്മൾ 7-ാം തീയതി മുതൽ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ മുഖാമുഖം ആരംഭിക്കുകയാണ്. അഷ്ടമം എന്നാണ് പേര്. എല്ലാ കുട്ടികളും 20 കുട്ടികളും പങ്കെടുക്കുക എന്നല്ല, സാവത്ര ടീച്ചറൊക്കെ ഒരു 100 പേര് തന്നെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കും. മുഖാമുഖം കാണട്ടെ, വായിക്കേണ്ടതിന്റെ സൗന്ദര്യം ബോധ്യപ്പെടട്ടെ. ധനലക്ഷ്മി ടീച്ചർ വളരെ കാലം മലയാളം വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു കേട്ടോ. ടീച്ചറെ പറയുന്നത് കൊട്ടേഷൻ. എന്ത്? അക്ഷരായനത്തെ പോലെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ച വേറെ ഗ്രൂപ്പില്ല. അക്ഷരായനത്തെ പോലെ പുസ്തകം വായിപ്പിക്കാൻ പഠിപ്പിച്ച വേറെ ഗ്രൂപ്പില്ല. പുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് MA-ക്കാർ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്ന്.
എങ്ങനെ പുസ്തകം വായിക്കേണ്ടത്, എന്താണ് അനുബന്ധ പ്രവർത്തനം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാന്ന്. അപ്പോഴാണ് നിർവൃതി ആർക്ക്, സാവത്ത് ടീച്ചർക്ക് കാറ്റഗറി ഒന്നില്ലേ, അമ്മമാരുടേനും മാർക്ക് കൊടുത്തിട്ടാട്ടാ അവരെ കൊടുന്നേക്കണേന്ന്. അമ്മമാരുടെ ഇട്ടിട്ടുള്ള മാർക്കിനാണ്. അപ്പൊ ശ്രീകുമാർ സാറ് അതൊക്കെ ഇട്ടാവും മാഷേ, അതൊക്കെ വിട്ടുകളെ, നമ്മളെ കുട്ടികളെ അവിശ്വസിക്കരുത്. അത് വേറെ ഫിലോസഫിയാ, കുട്ടികളെ അവിശ്വസിക്കരുത്. ഇതിന്റെ ഇടയിൽ ഇത് കൊണ്ട് നടക്കുന്നു, കൊണ്ടുപോകുന്നു എന്നത് വളരെ സന്തോഷദായകമാണ്, ടെൻഷനല്ല. ഞാനിങ്ങനെ ട്രെയിനിന്റെ കയറിയിട്ട് ഇങ്ങനെ നോക്കുക, അപ്പോ ശാന്തി ടീച്ചർ കയറിയിട്ടില്ല, 2 കയ്യിലും ഉണ്ണിയപ്പം നിറച്ചു പിടിച്ചേക്കുക. മായ ടീച്ചർ വലിക്കല്ലേ മാഷേ കഴിഞ്ഞാൽ ട്രെയിൻ തെറ്റിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. ആ ചെയ്യനോട് ആദ്യമായിട്ടാ ഞാനും മായ ടീച്ചറും കൂടിയിട്ട് വലിച്ച വശം റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, പോലീസുകാർ ഒക്കെ ഇങ്ങനെ ഏതാണ്ട് വലിയൊരു തെറ്റ് ചെയ്ത പോലെ. എനിക്ക് തെറ്റ് ചെയ്തതെന്ന് തോന്നിയില്ല. ആ ശരിയാണ് നമ്മളിപ്പോ എല്ലാവരും കൂടിയിരിക്കുന്നത്. അതാണ് ശരികളെ കണ്ടെത്താനുള്ള സോഫ്റ്റ് സ്കിൽ, കാര്യങ്ങളെ തന്മയത്വത്തോടെ എടുക്കാനുള്ള ഒരു കഴിവ്. നിഷ ടീച്ചറോട് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, അക്ഷരായനത്തിൽ പ്രവർത്തിച്ചാലുണ്ടല്ലോ, അക്ഷരായനത്തിൽ പ്രവർത്തിച്ച പുസ്തകം വായിക്കാൻ മാത്രമല്ല പഠിക്കാന്ന്, തീരുമാനമെടുക്കാൻ, സ്നേഹത്തോടെ വർത്താനം പറയാൻ, ക്ഷമ എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ. അതുണ്ട്. ക്ഷമ പഠിക്കണമെങ്കിൽ അക്ഷരായനത്തിൽ വന്നാൽ മതി, ക്ഷമ പഠിക്കാൻ പറ്റും. സരവൺ ടീച്ചറാണ് ബെന്നി ഭാഷ ക്ഷമയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇല്ല പറഞ്ഞിട്ടില്ലേ, സരവൺ ടീച്ചറോട് ഇല്ലേ ക്ഷമ കിട്ടുന്നില്ലാന്ന്. ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. അപ്പോഴാണ് അർഹിതം, അപ്പോഴാണ്. അതിന് കാശ് ചെലവില്ലേ? ഇല്ല. ഒരു ചില്ലിക്കാശ് പോലും അക്ഷരായനത്തിൽ പ്രവർത്തിക്കാനോ ചേരാനോ മുന്നോട്ടുള്ള പ്രയാണത്തിനോ ചെലവില്ല. വെറും സേവന സന്നദ്ധത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, സുമനസ്സു മനസ്സു 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 മനോഹര കാന്തിനുതേ. യശോധരൻ സാറാണെന്ന് തോന്നുന്നു നമ്മുടെ അക്ഷരായനം തുടങ്ങുമ്പോഴൊക്കെ പാടുന്ന മനസ്സ് നന്നാവട്ടെ. ഇത് തന്നെയാണ് അതും. ഈ മനസ്സ് നന്നാവുക എന്ത് ചെയ്യണം? വായിക്കണം. മനസ്സ് നന്നായവര് താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ മാത്രമേ ഭരണം നന്നാവുകയുള്ളൂ, പ്രജകൾക്ക് ഗുണം കിട്ടുകയുള്ളൂ, എല്ലാവർക്കും നാട് നന്നാവുള്ളൂ. അങ്ങനെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവരെ വാർത്തെടുക്കാനായിട്ട് അക്ഷരായനത്തിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. ലീലാകൃഷ്ണൻ സാറ് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇവിടെ സമുദ്രങ്ങൾ, സപ്തസമുദ്രങ്ങളല്ല തോന്നുക, അത്രയും അറിവിന്റെ സമുദ്രങ്ങളാണ് ഈ വേദിയിലിരുന്നത്. അപ്പുറത്ത് നോക്കിയപ്പോഴോ അതിലധികം സമുദ്രങ്ങൾ. ഇനിയിപ്പോ കുറേയധികം സമുദ്രങ്ങൾ വിവിധ നിറങ്ങളിലുള്ളത് പുറകിൽ വന്നിരിപ്പുണ്ട്. ഈ സമുദ്രങ്ങളെല്ലാം തന്നെ അതിമനോഹരമായ രീതിയിൽ ആഴത്തിൽ ഇങ്ങനെ ഒഴുകാണ്. നദികളുടെ കാര്യം പറയുകയും വേണ്ട. ഈ സമുദ്രങ്ങളിൽ ചെന്ന് ചേരുന്ന നദികളും അതീവ മനോഹരമായിട്ടും ആഴത്തിലും ഒഴുകാണ്. അപ്പോൾ ഈ സമുദ്രത്തിലും നദിയിലൊക്കെ ചെന്ന് ചേരുന്ന ഒരു ചെറിയ പുഴയായ ഞാൻ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക, എന്താ പറയാൻ കഴിയുക? എന്നാലും എനിക്ക് പറയാനുണ്ട് കേട്ടോ. അക്ഷരായന സംഗമം, അതാണ് ഈ സെഷന്റെ പ്രത്യേകത. സംഗമിക്കുകയാണ്. ഈ അക്ഷരായനത്തിന്റെ സംഗമം ഓൺലൈനിൽ ഇരുന്നുകൊണ്ടാണ്, ഡിജിറ്റൽ സംവിധാനത്തിന്റെ എല്ലാവിധ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ മസ്തിഷ്കമായി പ്രവർത്തിക്കുന്ന ICT ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പലപ്പോഴും അണിയറയിലാണ്, അരങ്ങത്തില്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ അരങ്ങത്ത് കാണപ്പെടുന്നു. നമിക്കുന്നു ICT ടീമിനെ. പിന്നെ ഇതിൽ വരുന്ന കാറ്റഗറികൾ, കാറ്റഗറി 1 മുതൽ കാറ്റഗറി 5 വരെയുള്ളവരെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട വായനകൾ വിവിധ പ്രായത്തിലും ക്ലാസ്സുകളിലും പഠിക്കുന്നവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകതയുണ്ട്. 7 വയസ്സ് മുതൽ 2ാം ക്ലാസ് മുതൽ അറ്റത്തെ പ്രായത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. അത് എത്ര വയസ്സ് വേണമെങ്കിൽ ആവാം, മരിക്കുന്നവരെ ഇതിൽ അംഗമാവും. അങ്ങനെ തന്നെയല്ലേ പിന്നെ? പക്ഷേ അതിന് പ്രായപരിധി ഇല്ല. എന്തോ ഒരു ഭാഗ്യം. നമുക്ക് എത്ര വരെ വേണമെങ്കിലും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായി എപ്പോഴും പത്രങ്ങളിലൊക്കെ നോക്കാറുണ്ട്, പ്രായമുണ്ടോ, ജോലിക്ക് പ്രായമുണ്ട്. എനിക്കിനി ജോലിക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, ചില ജോലികൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പ്രായപരിധി അനുവദിക്കില്ല. പക്ഷെ അക്ഷരായനത്തിൽ പ്രവർത്തിക്കാൻ പ്രായപരിധി വേണ്ട, അറ്റം വരെ പ്രവർത്തിക്കാം.
ഈ സേവന സന്നദ്ധമായി പ്രവർത്തിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഫലേച്ഛയില്ലാത്ത പ്രവർത്തനമാണ്. ഫലേച്ഛയില്ലാത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മമാണ്. അതിന് ഫലം കൂടുതലാണ് ലഭിക്കുക. സ്നേഹവും വിശ്വാസവും ആദരവും കുന്നുകണക്കിന് കൊട്ടക്കണക്കിനാണ് സേവന സന്നദ്ധമായ പ്രവർത്തനത്തിന് വന്നു ചേരുക. അതാണ് അക്ഷരായനം. ഇനി ഇവിടെ 5 കാറ്റഗറികളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞോളൂ. ആംഗലേയ ഭാഷയ്ക്ക് വേണ്ടി 3 കാറ്റഗറികളുണ്ട്. ഒഡിസി എന്ന ഓമന പേരാണ്. ഉപഗ്രൂപ്പ് അല്ല യഥാർത്ഥത്തിൽ, അതും പ്രധാന ഗ്രൂപ്പുകൾ തന്നെയാണ്. കർഷകമിത്രായനം വേണ്ടേ? പ്രധാനമല്ലേ? തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ള കർമായനം, ചിത്രായനം, രാഗായനം, വിജ്ഞാന ദീപം. മലയാള പത്രം ഒന്ന് വായിക്കാൻ കിട്ടിയാൽ എന്ത് നല്ല കാര്യമായിരുന്നു. പത്രം ഇതാ പിടിച്ചോ 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 എന്ന് പറഞ്ഞിട്ട് സംഭാവന ചെയ്യുകയാണ്. അക്ഷരായനാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സേവന സന്നദ്ധരായ ഇത്തരം ആൾക്കാർ സംഗമിക്കുന്നത് വർഷത്തിൽ 3 പ്രാവശ്യം മാത്രം. ഒന്ന്, ഒരു പുസ്തകങ്ങളുടെ ആശയ വിപുലീകരണ ശില്പശാല എന്നുള്ള പേരിൽ ഒരു സംഗമം. പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി എത്തിവെക്കും. ഓരോരുത്തർക്കും അറിവുള്ള പുസ്തകങ്ങൾ, കിട്ടാവുന്ന പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. ഈ വർഷം ഏതൊക്കെ വായിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു. 150 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ പ്രവർത്തനത്തിൻ്റെ ഒരു വാസൂത്രണം നടക്കുന്ന ഒരു സംഗമം, നേരിട്ടുള്ള ഒരു സംഗമം. 2ാമത്തെ സംഗമാണിത്. ഇടക്കാല സംഗമം എന്നാ പേര്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കിട്ടാൽ പലപ്പോഴും കേമാവുക. 2ാമത്തെ പൂരാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിന്നത്തെ 2ാമത്തെ ദിവസത്തെ ചെറുപൂരം എന്നാണ് പേര്. പക്ഷെ അത് വലിയ പൂരായിട്ടാണ് മാറുന്നത്. അതുപോലെ ഇടക്കാല സംഗമം അതിപ്രധാനമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പിന്നിൽ ഒരുപാട് ശക്തിയുണ്ട്. ഇവരാണ് ഈ ശക്തി മുഴുവൻ സ്ഫുരണം ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പ്രതിനിധികൾ, ഒരു ചേതകം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചേതകം, ഈ തരികൾ വലിയ അഗ്നിസ്ഫുലിംഗങ്ങളാണെന്ന്, ചൈതന്യവത്താണെന്ന് തിരിച്ചറിയാണ്. പ്രത്യേകമായ നമസ്കാരം ഉണ്ട്. ഇനി തുടർന്നും ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഈ മണ്ണിൽ നിന്ന് ഇത് പറയാനുള്ളൊരു പട്ടാമ്പി കോളേജിലെ MA മലയാളത്തിൽ പഠിക്കുമ്പോൾ തിരൂരിലെ കൂട്ടുകാർ പലപ്പോഴും പറഞ്ഞതാണ്. അന്ന് ഡിസംബറിലായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്തായിട്ട്, ഞാനൊരു പുരാവസ്തുവാണ്. അടിയന്തരാവസ്ഥക്കാലത്താണ് ഞാൻ MAക്ക് പഠിച്ചത്. അപ്പോൾ ആ ഡിസംബറിലായിരുന്നു അന്ന് തുഞ്ചനോത്സവം. അപ്പോൾ അന്ന് ക്രിസ്മസിന് ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. ഞാൻ പാലക്കാടാണ്. ഈ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ ഇവിടെ നിന്നും വന്നെത്തിയ സ്ഥലമാണ് എൻ്റെ നാട്, ചിറ്റൂർ തുഞ്ചൻ മഠം. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനിൽ ഇന്ന് ഇതെല്ലാം തന്നെ നിയോഗം തന്നെയാണ്. പലപ്പോഴും പലതവണ പറഞ്ഞിട്ടുള്ള ഒ വിജയൻ്റെ വാക്കുകൾ ഇതെല്ലാം പൂർവ്വനിശ്ചിതമാണ്. ഇന്ന് നമ്മളിവിടെ കൂടുന്നു, നമുക്കൊരു അപരിചിതത്വവും തോന്നുന്നില്ല. പിന്നെ മധുരം ഗായിതി എന്നുള്ള പേരിട്ടത് ഹരിദാസ് സാറാണ്. പിന്നെ മാധവ് എന്നുള്ള പേരിട്ടത് സരോജിനിയും ആണ്. യശോധര മാഷുമാണ്. ശാരിക ഞാൻ തന്നെ അങ്ങോട്ട് കയറി പറഞ്ഞതാണ് കേട്ടോ. സാറേ ഞാനൊരു പേരിടാം, കാരണം അപ്പം മറ്റേ ക്രെഡിറ്റ് ആണ്. ഇത്രയും കഴിഞ്ഞു എന്ന് അറിഞ്ഞുള്ള സന്തോഷം, ഈ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം ഇന്ന് ട്രെയിനിൽ ആദ്യമായിട്ട് ചെയിൻ വലിച്ചാണ് ഞങ്ങൾ നന്ദി. സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അദ്ദേഹത്തിൻ്റെ ഭക്തിയിലൂടെയുള്ള അധ്യാത്മരാമായണത്തിൻ്റെ തുടക്കമുള്ള കുറച്ച് വരികളാണ് ഇനി ഞങ്ങളുടെ കർമായന ഗ്രൂപ്പിനെ കുറിച്ച് വളരെ സമയക്കുറവുകൊണ്ട് വളരെ ചുരുക്കി പറയാം. അതായത് 2017 ആരംഭിച്ച അക്ഷരായനത്തിൽ 28/10/2022 AP ശശീന്ദ്രൻ മാഷിൻ്റെ നേതൃത്വത്തിൽ കർമായനം ഗ്രൂപ്പ് ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ മാഷിൻ്റെ അറിവ് പങ്കിടാം എന്ന ഒരു കറണ്ട് അഫയേഴ്സ്
പോസ്റ്റ് ഗ്രൂപ്പുകളിൽ 16 ഗ്രൂപ്പുകളുണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ടായിരുന്നു. ആ 16 ഗ്രൂപ്പുകളിലും അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആ കർമായനം ഗ്രൂപ്പ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബെന്നി മാഷിൻ്റെയും അതുപോലെ തന്നെ യശോധരൻ മാഷിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ അക്ഷരായനം ഭാരവാഹികളായ ചെയർമാൻ, വൈസ് ചെയർമാൻ നിഷ നാരായൺ ടീച്ചർ, അതുപോലെ തന്നെ നിഷ ടീച്ചറുടെയും നേതൃത്വത്തിൽ 16 എക്സിക്യൂട്ടീവ് ടീം അംഗങ്ങളടങ്ങിയ കർമായനം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഒരു 8ാം വായനോത്സവം അഷ്ടമം ജൂൺ മാസത്തിൽ പുതുക്കി കർമായനം 3 ഗ്രൂപ്പുകളിലായി ആരംഭിച്ചത്. അതിലൊന്ന് LPSA UPSA കേട്ടറ്റ് അധ്യാപക ഗ്രൂപ്പ്, രണ്ടാമതായിട്ട് PSC ഗ്രൂപ്പ്, 3 കേരളം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അങ്ങനെ 3 ഗ്രൂപ്പുകളിലായിട്ട് 1600 അംഗങ്ങൾ ഇതിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ അധ്യാപകരായിട്ട് 12 പേരടങ്ങുന്ന ഒരു വലിയ എക്സിക്യൂട്ടീവ് ടീമുണ്ട്. അതിൽ AP ശശീന്ദ്രൻ മാഷ് ചെയർമാൻ, വൈസ് ചെയർമാൻ രമ ടീച്ചർ, സ്മിത ടീച്ചർ കൺവീനർ, പിന്നെ അതുപോലെ തന്നെ നിഷ ടീച്ചറും നാരായണി ടീച്ചറും അതിൻ്റെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്നു. മറ്റ് അക്ഷരായനം ഭാരവാഹികളായ എല്ലാവരും തന്നെ കർമായനത്തിൻ്റെ ഉപഗ്രൂപ്പ് ആയതുകൊണ്ട് അവരെല്ലാവരും തന്നെ കർമായനത്തിന് സഹായത്തിനുണ്ട്. ഇനി അക്കാഡമിക് തലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കാദമികമായിട്ട് OMR എക്സാം, അതായത് 32 എക്സാം TTC LPSA UPSA അതിനോടനുബന്ധിച്ച് പരീക്ഷയോടനുബന്ധിച്ച് 100 മാർക്കിൻ്റെ 2 OMR എക്സാം നടത്തുകയുണ്ടായി. ഗൂഗിളിലൂടെയാണ് എക്സാം നടത്തിയത്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെ 34ഓളം ക്ലാസുകൾ ഉണ്ടായി. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് AP ശശീന്ദ്രൻ മാഷ്. അദ്ദേഹം PSC 1ാം റാങ്ക്, അതുപോലെ തന്നെ PSC ക്ലാസ്സുകൾ സ്ഥിരമായി എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നിഷ ടീച്ചർ സൈക്കോളജി ക്ലാസ് അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു 8 ക്ലാസ്സുകളോളം തന്നെ നിഷ ടീച്ചർ എടുത്തു. പിന്നെ ഗീത ടീച്ചർ ഇന്ന് എത്തിയിട്ടില്ല, ബാലുശ്ശേരിയിലായത് കാരണം യൂട്യൂബറാണ് അവർ. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോറി ഗീത ടീച്ചർ അവരെ യൂട്യൂബിൽ ഇതുപോലെ തന്നെ PSCയുമായി അതുപോലെ തന്നെ അധ്യാപകവുമായി LPSA UPSA കേട്ടറ്റുമായിട്ടുള്ള ക്ലാസ്സുകൾ, ഇംഗ്ലീഷ്, സോഷ്യൽ സ്റ്റഡീസ് അത് യൂട്യൂബിൽ അവർ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഗ്രൂപ്പിലും കർമായനം ഗ്രൂപ്പിലും ക്ലാസ് എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബിൻസി ടീച്ചർ അവരുടെ താഴത്തെ നിലവാരത്തിലുള്ള മാത്സ് ക്ലാസ് എടുക്കുകയുണ്ടായി. അങ്ങനെ ആകെ 34ഓളം ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടന്നു. നമ്മുടെ ഇപ്പോൾ അധ്യാപകരുടെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് ഇപ്പോൾ അടുത്ത് വരാൻ കാത്തു നിൽക്കുന്നു. എത്ര പേർക്ക് കിട്ടുമെന്ന് അറിയില്ല. 1600ഓളം അംഗങ്ങൾ ഈ 3 ഗ്രൂപ്പുകളിലായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ AS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലാണ് കാര്യമായ ഇത് നടക്കാത്തത്. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള വരുന്ന യാത്ര മനോഹരമായിരുന്നു. അതിനേക്കാൾ ഏറെ എന്നെ ആകർഷിച്ചിരുന്നത് ഇവിടെ അടുത്താണ്, കോഴയ്ക്കക്കരെ ചമ്പ്രവട്ടത്താണ് C രാധാകൃഷ്ണന്റെ വീട് എന്ന അറിവായിരുന്നു. അന്ന് ഈ ആഴ്ചപ്പതിപ്പിൽ സ്ഥിരമായി വരുന്ന C രാധാകൃഷ്ണന്റെ നോവലുകളെ പ്രണയിച്ചും ആ സ്ഥലത്ത് ഹൃദയം തരളിതമാകാറുണ്ടായിരുന്നു. ഇത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് ഈ സെഷനിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയ ചെയർമാൻ സ്നേഹം, കരുത്ത്, യഥാർത്ഥമായ അറിവ്, ശുഭ്രവേഷം, മലയാളികൾക്ക് ആരാണ് എഴുത്തച്ഛനെന്നും ഈ കാലഘട്ടത്തിൽ പോലും തുഞ്ചൻ കൃതികളുടെ പ്രാധാന്യം എന്താണെന്നും നമ്മളോട് ഇന്ന് സംബന്ധിച്ച മാഷിന് അക്ഷരായനത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്തത് പ്രിയ കവിയും എഴുത്തുകാരനും കഥാകാരനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കേൾക്കാനായിട്ട് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ അക്ഷരായന സംഗമത്തിന് ഇത് കേൾക്കാൻ കഴിയുമെന്ന് ഓർത്തോർത്തിരുന്നിട്ട് പിന്നെ അത് മിസ്സായിട്ട് വളരെ വലിയ വിഷമമുണ്ടായിരുന്നു. ധനലക്ഷ്മി ടീച്ചർ പറഞ്ഞ അതേ വരികൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ധനലക്ഷ്മി ടീച്ചറും എത്രമാത്രം ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്നാണ്. നറുനിലാവിന്റെ ചന്ദനം ചാരിച്ചു നിറവിധാരിച്ച വെൺമകൻ ശയ്യയിൽ വെറുതെ ഇപ്പോഴും സ്വപ്നാതരങ്ങളിൽ കവിത കാവിച്ചു കാത്തിരിക്കുന്നു ഞാൻ എന്ന് പാടിയ കവിയുടെ വാക്കുകൾ
എത്രമാത്രം സമ്മോഹനമായിരിക്കുമെന്ന സ്വപ്നത്തിലായിരുന്നു ഇന്ന് ഇത് കേൾക്കുന്നത് വരെ ഞാൻ ഇരുന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴേ എനിക്ക് തുഞ്ചൻ കൃതിയിലെ കുഞ്ചൻ നമ്പ്യാരുടെ ഏതാനും വരികളാണ് ഓർമ്മ വന്നത്. പച്ചക്കറിപ്പുലകൾക്കിടയിലായി മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നങ്ങളും ഒന്നിച്ചു ചേർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ചു നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം. അതുപോലെ കവിതയും പാട്ടും അല്ലെ എല്ലാം ചേർന്ന നാടൻ പാട്ടും എല്ലാം ചേർന്ന കാൽകളിയും മഞ്ചരിയും ശ്രദ്ധകാൽകളിയും ഒക്കെ ചേർന്ന മനോഹരമായ ഒരു കവിതാ മാല്യം തന്നെയായിരുന്നു അക്ഷരായന സംഗമത്തിന്. ഇത്ര പ്രൗഢമായ ഒരു പ്രസംഗം നൽകി, ഒരു കാവ്യാത്മകമായ പ്രസംഗം നൽകിയ സാറിന് അക്ഷരാവൃത്തിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. പിന്നീട് അടുത്തതായി നമ്മുടെ അക്ഷരായനം അക്കാദമിക് കൺവീനർ ഡോക്ടർ കെ ധനലക്ഷ്മി ടീച്ചറാണ്. നിറകുണത്തുമ്പില്ല എന്ന ശൈലിക്ക് എന്തുകൊണ്ടും അനുയോജ്യയാണ് ടീച്ചർ അല്ലെ. സാന്നിധ്യമുണ്ടെങ്കിലും നമ്മളോടൊക്കെ എത്ര മനോഹരമായിട്ടാണ് ടീച്ചർ ഇടപെടുന്നത്. ടീച്ചറുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ടീച്ചർ നൽകിയ ഒരു അക്കാദമിക് അവലോകനത്തിന് ഞാനിന്ന് നന്ദി പറയുന്നു. പിന്നീട് പ്രാർത്ഥന ചൊല്ലിയ രാഗായനത്തിലെ ശ്രീജ സവിത ലീനമോൾ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച പാർവതി ടീച്ചർ, പാർവതി ടീച്ചറോടൊപ്പം ഈ സംഗമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഊർമിള ടീച്ചർ, അക്ഷരായനത്തിന്റെ എല്ലാമെല്ലാമായ ഡോക്ടർ ബെന്നി ജേക്കബ് സി, അതുപോലെ തന്നെ ശ്രീകുമാർ സാർ, അവതാരകയായ ദിവ്യ ടീച്ചർ, പാർവതി ടീച്ചർ, അക്ഷരായനം സാരഥികൾ, കുടുംബാംഗങ്ങൾ, അതിഥികൾ, കൂടാതെ ഡോക്യുമെന്റേഷൻ ടീം, അതുപോലെ നമ്മുടെ ഫോട്ടോ ചുമതലയേറ്റ അനൂപ് സാർ തുടങ്ങി എല്ലാവർക്കും ഈ ഫോൺ വിട്ട് തന്ന ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഈ ഔപചാരികമായ ഈ നന്ദി പ്രകടനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.